ഒക്ടോബർ 20 തിങ്കളാഴ്ച. ലൂക്ക 12:13 മുതൽ 21 വരെ വാക്യങ്ങൾ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മുറേ ഗാർസനും സഹോദരനും $75 മില്യൺ ബിസിനസ് നടത്തുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു പത്രത്തിലെ കോളത്തിൽ പ്രത്യക്ഷപ്പെട്ട വാർത്ത ഇതാണ്: ദാരിദ്ര്യത്തിൽ മരണം. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങളുടെ സർക്കാരുകളിൽ പങ്കുപറ്റിയിരുന്ന ഒരു നിഗൂഢ മനുഷ്യനായ മുറേ ഗാർസൺ ഇന്നലെ രാത്രി ബെല്ലവ്യൂ ആസ്പത്രിയിൽ പണമില്ലാതെയും വീടില്ലാതെയും മരിച്ചു. ഒരു ഹോട്ടലിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ 3 ആഴ്ചയായി ഡോക്ടറുടെ റിസപ്ഷൻ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിലെ സഹോദരനിൽ നിന്ന് കുടുംബത്തിൻ്റെ അവകാശത്തിൻ്റെ പങ്ക് ആഗ്രഹിച്ച മനുഷ്യനോട് യേശുനാഥൻ പറയുന്നു: എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും ജാഗ്രത പാലിക്കുക. കാരണം ഒരാൾ സമ്പന്നനാണെങ്കിലും ഒരാൾ എത്ര സ്വത്തുക്കൾ സമ്പാദിച്ചു എന്ന് കണക്കാക്കി അയാളുടെ ജീവിതം അളക്കാൻ കഴിയില്ല. ഇന്നത്തെ ലോകത്ത് ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ്, ബിൽബോർഡുകൾ എന്നിവയിൽ എല്ലാ ദിവസവും നിരവധി പരസ്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, കാറുകൾ അല്ലെങ്കിൽ ടെലിവിഷനുകൾ വാങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന സന്ദേശങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുന്നു. ദുഃഖകരമായ ഒരു വാർത്ത എന്തെന്നാൽ, കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏറ്റവും പുതിയ കമ്പ്യൂട്ടറോ കാറോ മൊബൈൽ ഫോണോ നല്ല ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് നമ്മളിൽ പലരും ഈ പരസ്യങ്ങളിൽ കണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഇന്ന് യേശു ജനക്കൂട്ടത്തോട് ഒരു ധനികൻ്റെ കഥ പറയുന്നു. സാധാരണയായി സമൃദ്ധമായി വിളവ് നൽകുന്ന ധാരാളം ഭൂമി ഈ ധനികനുണ്ടായിരുന്നു. ആ വർഷത്തെ വിളവ് വളരെ നല്ല വിളവ് നൽകിയതിനാൽ ആ മനുഷ്യന് തൻ്റെ സമൃദ്ധമായ ധാന്യം സംഭരിക്കാൻ പര്യാപ്തമായ ഒരു കളപ്പര ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ധനികൻ തൻ്റെ കളപ്പുരകൾ പൊളിച്ചു മാറ്റി വലിയ കളപ്പുരകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇത് അവൻ്റെ ധാന്യം ഇടാൻ ഇടം നൽകുക മാത്രമല്ല, അവൻ്റെ നിരവധി സ്വത്തുക്കളിൽ ചിലത് സൂക്ഷിക്കാനും ഇടമുണ്ടാക്കും. എന്നാൽ ഈ സമ്പത്ത് സംഭരിക്കുന്നത് അയാൾക്ക് വർഷങ്ങളോളം തിന്നാനും കുടിക്കാനും സന്തോഷിക്കാനും കഴിയുമെന്ന ഉറപ്പിലാണ്. എന്നിരുന്നാലും ദൈവം ഈ മനുഷ്യനോട് പറയുന്നു: മൂഢ, ഈ രാത്രിയിൽ നിന്റെ ജീവനിൽ നിന്ന് ആവശ്യപ്പെടുമ്പോൾ നീ എന്തു ചെയ്യും? നീ കഠിനാധ്വാനം ചെയ്ത് ശേഖരിച്ചതെല്ലാം മറ്റുള്ളവരുടേതായിത്തീരും. തുടർന്ന് യേശു കൂട്ടിച്ചേർക്കുന്നു: ഭൂമിയിൽ നിക്ഷേപങ്ങൾ ശേഖരിക്കുന്നവനും ദൈവത്തിന് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ സമ്പന്നനല്ലാത്തവനും ഇങ്ങനെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് ഏറ്റവും പ്രധാനം? പണം, പദവി, സ്വത്തുക്കൾ, ബഹുമാനം എന്നിവയ്ക്കാണോ? അതോ ഞാൻ സ്നേഹിക്കുന്ന ആളുകളാണോ? സഹായം ആവശ്യമുള്ള നിരവധി വ്യക്തികളാണോ? എൻ്റെ സ്നേഹം, കരുതൽ, ഔദാര്യം എന്നിവയിലൂടെ നമ്മുടെ ലോകത്ത് ഒരു മാറ്റമുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് നൽകിയ നിരവധി സമ്മാനങ്ങൾ ഞാൻ സ്വതന്ത്രമായി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.